ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൾസർ 220 ബൈക്കിലെ ബോഡി കൺട്രോൾ യൂണിറ്റും അതേപോലെ തന്നെ ആ സെൻസറുകളുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നോർമൽ സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള ആ ഒരു വയറിങ് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. സാധാരണ ഈ ഒരു ടൈപ്പ് സ്വിച്ചാണ് നമ്മൾ പൾസറിലൊക്കെ കണ്ടുവരുന്നത്. ഏകദേശം ഒരു 2007 തൊട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഡിജിറ്റൽ മീറ്റർ വന്നതിന് ശേഷമുള്ള എല്ലാ വണ്ടികളിലും ഈ ടൈപ്പ് സ്വിച്ചാണ് വരിക. ഏകദേശം 15 വരെ എങ്ങാണ്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് മാത്രമല്ല, ഈ സ്വിച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ബോഡി കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ BCU എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ കൂടി ഇതിൽ എക്സ്ട്രാ വരും. അപ്പോൾ സാധാരണ സ്വിച്ചിൽ വരുന്നത് കംപ്ലീറ്റ് സെൻസർ മൊഡ്യൂളുകളും കാര്യങ്ങളാണ്. അപ്പോൾ ആ സെൻസറുകളിൽ നിന്ന് വരുന്ന സിഗ്നലിനെ എടുത്തിട്ട് നമുക്ക് വേണ്ട കണക്ഷൻ എന്താണോ അതിനനുസരിച്ചുള്ള സപ്ലൈ കൊടുക്കലാണ് ഈ ബോഡി കൺട്രോൾ യൂണിറ്റിൻ്റെ പരിപാടി. അപ്പോൾ ഈ വയർ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തത് എന്താണെന്ന് വെച്ചാൽ കമ്പനി വയറിങ്ങിന് ഡാമേജ് പറ്റാതെ ഈ കാണുന്ന പോലെ പുതിയ വെച്ച സ്വിച്ചുകളും കാര്യങ്ങളും കപ്ലർ കണക്ഷൻ തന്നെ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ BCUവിൻ്റെ മുകളിൽ ആ കണക്ഷൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 2 കപ്ലർ ആണ് കാര്യമായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടാൻ ആവശ്യമുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ള കപ്ലറുകളൊക്കെ എന്തെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ പൾസറിൽ തന്നെ 15 ശേഷം വന്ന ഈ ന്യൂ മോഡൽ ലൈറ്റ്, ഇത് കാണാൻ സെയിം ആയിട്ട് എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ പഴയ സ്വിച്ചിന് അതേപോലെ തന്നെയാണ് കാണാൻ. പക്ഷേ ഇതിനുള്ളിൽ വരുന്നത് കോണ്ടാക്ട് സ്വിച്ചുകളാണ്. അപ്പോൾ പഴയ സ്വിച്ചിൽ വന്നിരുന്ന സെൻസറുകളും അതിൽ നിന്ന് സിഗ്നൽ എടുത്ത് BCU വർക്ക് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് കോണ്ടാക്ട് സ്വിച്ച് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. പഴയ പോലെ തന്നെ എക്സാക്ട്ലി പഴയത് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചയിൽ ഒരു മാറ്റം തന്നെ ഉണ്ടാവില്ല, ഉപയോഗത്തിലൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ഒരു ഫീച്ചർ നമുക്ക് കുറവായിട്ട് വരും. അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്ന പരിപാടി, അതേപോലെ തന്നെ എന്താ പറയുക, സെൽഫ് 2-3 പ്രാവശ്യം അടിച്ചാൽ കട്ടായിട്ട് പിന്നെ സ്വിച്ച് ഓണാക്കി ഓഫ് ആക്കേണ്ട അവസ്ഥ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ഈ പറഞ്ഞ എന്താ പറയുക, ക്ലച്ചിൻ്റെ സ്വിച്ച് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ സ്വിച്ച് അതൊക്കെ ഡയറക്റ്റ് കണക്ഷൻ തന്നെയാണ് വരിക. അതേപോലെ സെൽഫിൻ്റെ സ്വിച്ച് ഒക്കെ കപ്ലറായിട്ടുള്ള കണക്ഷൻ തന്നെ ഓൾറെഡി വരുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഉപയോഗിക്കുക. ബാക്കിയുള്ള സ്വിച്ചുകളും കാര്യങ്ങളും നമ്മൾ വയറിങ് എങ്ങനെ ചെയ്യും. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ നമുക്ക് ഇതേപോലെ ഒരു റിലേ ആവശ്യമാണ്. അതായത് റിലേ എന്ന് വെച്ചാൽ ഫ്ലാഷർ യൂണിറ്റ്, ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യാനുള്ള ഒരു ബ്ലിങ്കർ യൂണിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ നമ്മൾ വെക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ നമ്മൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കണക്കൂട്ടണം, എങ്ങനെ കറക്റ്റ് ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ നേരത്തെ പറഞ്ഞ ഈ 2 കപ്ലർ വെച്ചിട്ടാണ് ഇത് ഓൾറെഡി വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ബാക്കി കാണുന്ന കപ്ലറുകൾ സ്പീഡോമീറ്ററിനും അതേപോലെ തന്നെ മീറ്ററിലേക്കുള്ള കണക്ഷൻ വരെ നേരത്തെ കാണിച്ചിട്ടുള്ള ആ വൈറ്റ് കപ്ലറും ഈ ഒരു ബ്ലാക്ക് കപ്ലറാണ് മീറ്ററിലേക്കുള്ള കണക്ഷൻ വരിക. അതിന് മാറ്റമൊന്നും നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് ഒരു ഇൻഡിക്കേറ്റർ കണക്ഷനാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ വരും. അതേപോലെ തന്നെ ഹെഡ് ലൈറ്റിലേക്കുള്ള പാർക്കിൻ്റെയും ഡിമ്മ് ബ്രൈറ്റ് ഇതെല്ലാം ഈ ഒരു പച്ച കപ്ലറിലാണ് വരിക. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിലുള്ള ആ ഒരു കപ്ലറിൽ വരുന്ന അതിൽ കൊടുക്കേണ്ട ഇൻപുട്ടും അതേപോലെ തന്നെ ഔട്ട്പുട്ട് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്വിച്ച് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇതിൻ്റെ വയറിൻ്റെ കളർ കോഡിങ് വെച്ചിട്ടും നമുക്ക് ഓരോരോ സാധാരണ പൾസറിലോ അല്ലെങ്കിൽ ബജാജിൻ്റെ വണ്ടികളിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വയറിൻ്റെ കളർ കോഡിങ് വെച്ചിട്ട് നമുക്കിതിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുക്കാം. ഇതിൽ വളരെ പഴയ ഒരു മോഡലിൽ മാത്രം നമ്മൾ എൻജിൻ സ്വിച്ച് വെക്കുമ്പോൾ മാത്രം അതിൻ്റെ ഡയറക്ഷനിൽ ചെറിയ മാറ്റം വരും. ഓഫ് ആക്കുമ്പോഴും ഓൺ ആക്കുമ്പോഴും ഉള്ള വർക്കിങ്ങിൽ ചെറിയ മാറ്റം വരും. ബാക്കി അതും നമുക്ക് ക്ലിയർ ആയി ഒരു എക്സ്ട്രാ റിലേ വെക്കണമെന്നേ ഉള്ളൂ. ബാക്കിയുള്ളത് എല്ലാം നോർമലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് സ്വിച്ചിന് വരുന്ന വില ഏകദേശം പുതിയ സ്വിച്ചിന് നമുക്ക് ഓൾമോസ്റ്റ് ഇതിൽ പറഞ്ഞ പോലെ 570 രൂപ എങ്ങാണ്ടാണ് ഒരു സ്വിച്ചിന് വരുന്നത്. അതേപോലെ തന്നെ ഒരു സ്വിച്ചിന് ഓൾമോസ്റ്റ് 617 രൂപ, ഏകദേശം 1200 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2 സ്വിച്ച് ഓൾമോസ്റ്റ് കിട്ടും. അതിൽ ഫ്ലാഷിന് ഒരു 90 രൂപ, 1300 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ പഴയ സ്വിച്ചിന് ഏകദേശം 600 രൂപേൻ്റെ മുകളിൽ ഓരോ സ്വിച്ചിനും വില ഉണ്ട്. ഇനി ബോഡി കൺട്രോൾ യൂണിറ്റ് അതായത് BCU നോക്കുകയാണെന്ന് വെച്ചാൽ അതിന് ഏകദേശം 1500 രൂപ വില ഉണ്ട്. അപ്പോൾ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറ്റേണ്ടി വരുമ്പോൾ കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് മാറ്റില്ല, ഒന്നിച്ച് മാറ്റുമ്പോൾ ഏകദേശം 2500-3000 രൂപയോളം നമുക്ക് ചിലവുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരുന്നത് കാണുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു സ്വിച്ച് ഒഴിവാക്കുകയാണ്. ഇത് ഇപ്പോൾ നമ്മൾ രണ്ടാമത് വെക്കാൻ പോണ ഒരു സ്വിച്ചിന് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാ കോണ്ടാക്ട് സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഡാമേജ് എന്തെങ്കിലും വന്നാൽ അതിന് അയച്ച് ക്ലീൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റേതിൽ അതുണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. കാണാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഒരേ പൾസറിൽ തന്നെ വരുന്നത് കൊണ്ട് ആഫ്റ്റർ മാർക്കറ്റാണെന്നും പറയേണ്ട കാര്യമില്ല. അതേ സെയിം ഫിറ്റ് ആൻഡ് ഫിനിഷോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വയറിങ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ കളർ എന്തിനൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ റെഡ് വയർ പാർക്കിനുള്ള കണക്ഷനാണ്. പിന്നെ പാർക്കിൻ്റെ കണക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഹെഡ് ലൈറ്റിലേക്കുള്ള ഇൻപുട്ട് കണക്ഷൻ. ഈ വയലറ്റ് വയർ വരുന്നത് വണ്ടിയിൽ നിന്ന് ബ്രൗൺ കളർ, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ഷൻ, അതായത് കീ ഓൺ ആക്കി കഴിഞ്ഞാൽ കണക്ഷൻ വരണം. പിന്നെ വരുന്ന ഈ റെഡിൽ യെല്ലോ കളറുള്ളത് അത് നമ്മളെ ഡിം കണക്ഷൻ, അതായത് വണ്ടിയിലേക്ക് പോകുമ്പോൾ റെഡിൽ ബ്ലാക്ക് വരുന്നത്, അതായത് ലോ ലൈറ്റാണ് നമുക്ക് വരുന്നത്. പിന്നെ ഈ യെല്ലോ കപ്പറിലേക്ക് പോയിട്ടുള്ള 2 ലൈന് ഒരു ഗ്രേ കളറിൽ റെഡ് ഉള്ളത്, അതേപോലെ തന്നെ ബ്രൗണിൽ ബ്ലൂ ഉള്ളത് കിൽ സ്വിച്ചിൻ്റെ കണക്ഷനാണ്. അപ്പോൾ കിൽ സ്വിച്ചിൻ്റെ കണക്ഷനായി യെല്ലോ കപ്പർ നേരിട്ട് വന്നിട്ട് അതിൽ നിന്ന് കിൽ സ്വിച്ച് ഓൺ ആയാൽ മാത്രം എന്താ പറയുക ബാക്കിൽ റിലേ ഉണ്ടാവും, ആ റിലേ ഓൺ ആവും. അതേപോലെ തന്നെ സെൽഫിലേക്ക് കണക്ഷൻ വരും. അത് ഈ റെഡിൽ വൈറ്റുള്ള ഈ ലൈനിലേക്ക് സെൽഫിൻ്റെ സ്വിച്ചായിട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് ഈ റെഡ് പാർക്ക് പറഞ്ഞു. പിന്നെ ഈ യെല്ലോയിൽ ബ്ലൂ ലൈൻ സ്വിച്ച് എന്ന് വരുന്നതാണ് ഹെഡ് ലൈറ്റിൻ്റെ ഔട്ട്പുട്ട്, അതായത് വയലറ്റിലേക്ക് ഇന്ന് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡ് ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ പാർക്ക് കഴിഞ്ഞ് പിന്നെ ഹെഡ് ലൈറ്റ് ഓൺ ആണത്. അത് നമ്മൾ മറ്റേ സ്വിച്ചിൽ സെയിം വയറിൽ തന്നെ കണക്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഡിമ്മും ബ്രൈറ്റ് ഈ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ വരിക. അതിനുശേഷം പിന്നെ വരാനുള്ളത് ഈ 4 പിൻ കപ്ലർ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ഡിമ്മ്, ബ്രൈറ്റ്, അതേപോലെ തന്നെ പാർക്ക് എന്നുള്ള 3 കണക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ ഒരു കണക്ഷൻ നമുക്ക് വരുന്നത് നമ്മൾ ഒഴിവാക്കും, അത് ബോഡി കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് മറ്റേ കപ്ലറിൽ വരുന്നത് ഈ ബ്രൗൺ കണക്ഷൻ നേരിട്ട് വരുന്നത് ഈ ലെഫ്റ്റ് സൈഡ് സ്വിച്ചിൽ, അതായത് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉള്ള സ്വിച്ചിലെ ഒരു പോസിറ്റീവ് ലൈൻ അതിൽ വരും. അത് വന്നു കഴിഞ്ഞിട്ട് അത് നമ്മളെ ബ്രൈറ്റിലേക്കും പോവും. അതേപോലെ തന്നെ അത് നമ്മൾ ആ ബ്രൈറ്റിൽ നിന്ന് പോകണ ലൈന് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളത് ഹോണിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കും. നമുക്ക് ഈ ug5 നെഗറ്റീവ് ആണ് ഹോണിന് സ്വിച്ച് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു കണക്ഷൻ ബ്രൗൺ കളറുള്ള കണക്ഷൻ നേരിട്ട് സ്വിച്ചിലേക്ക് വരുന്നത് ഈ പറഞ്ഞ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്, അതായത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന പോസിറ്റീവിലേക്ക് കൊടുത്തതിന് ശേഷം ആ പോസിറ്റീവ് വയർ നമുക്ക് നേരിട്ട് ഈ ഒരു ബ്രൈറ്റിലേക്ക് വരുന്ന കണക്ഷൻ ഈ സ്ലീവ് നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഹോണിലേക്ക് പോകുന്ന ഒരു ലൈൻ ഉണ്ട്. അതായത് നെഗറ്റീവ് നിന്ന് ഹോണിൽ വന്നിട്ട് നെഗറ്റീവ് ലൈനാണ് പിന്നെ നമുക്ക് ഹോണിലൊരു ബ്ലാക്ക് വയറിൽ കിട്ടുക. അപ്പോൾ ഈ ഒരു വരുന്ന ബ്രൗൺ കണക്ഷൻ ഈ സ്ലീവിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ആ സ്ലീവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്ലീവ് കുറച്ച് ബാക്കോട് നീക്കിയതിന് ശേഷം ഈ ഹോണിൻ്റെ ഈ നെഗറ്റീവായ ബ്ലാക്കിൽ യെല്ലോ വയറുള്ള നെഗറ്റീവ് ലൈന് അവിടെ ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ മറ്റിലേക്ക് ആ പോസിറ്റീവിലേക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ഹോണിൻ്റെ കണക്ഷൻ ഔട്ട്പുട്ടായിട്ടുള്ള ആ ബ്ലാക്ക് വയറിലേക്ക് ഹോണിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഹോണിൻ്റെ കണക്ഷൻ പോസിറ്റീവ് ആവും. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആണ്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വയർ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു പച്ച ലൈന് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഓറഞ്ചാണ് ഇൻപുട്ട് വരിക, ഇൻഡിക്കേറ്ററിൻ്റെ സെൻറ്ററിൽ വരിക. മറ്റത് ഒരു ചെറുതായിട്ടൊരു ഗ്രേ കളറിലുള്ള ലൈനായിരിക്കും. പിന്നെ നമ്മളെ BC ഉള്ള വണ്ടികളിൽ ഫ്ലാഷർ യൂണിറ്റ്, അതായത് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യാനുള്ള ബ്ലിങ്കർ വരുന്നത് ഈ BCയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കണക്ഷൻ നമുക്കൊരു സെപ്പറേറ്റ് ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ലേ ബ്ലാക്കിൽ ബ്രൗൺ വരുന്നതാണ് ഹോണിനുള്ള കണക്ഷൻ. അപ്പോൾ അത് നമ്മൾ സ്വിച്ചിൽ നിന്ന് വരുന്ന ബ്ലാക്ക് ലൈനിലേക്ക് നമ്മൾ നേരത്തെ ലൂപ്പ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് സ്വിച്ചിൽ നിന്ന് വരുന്ന ബ്ലാക്ക് ലൈനിലേക്ക് നമ്മൾ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്കുള്ളത് ഇൻഡിക്കേറ്ററിൻ്റെ പറഞ്ഞ കണക്ഷൻ. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഇൻപുട്ട് കണക്ഷൻ വരുന്നത് ഒരു ഓറഞ്ച് കളർ വയറാണ്. ആ ഓറഞ്ച് കളർ വയറിലേക്ക് നമ്മൾ ഒരു ബാറ്ററിയുടെ ഒരു പോസിറ്റീവ് ലൈനിന്ന് പിന്നെ ഒരു റിലേ, അതായത് ഫ്ലാഷർ യൂണിറ്റ് സെപ്പറേറ്റ് ലൂപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഓറഞ്ച് കണക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഈ ഓറഞ്ച് കണക്ഷനിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് എന്നൊരു ഫ്ലാഷർ യൂണിറ്റ് വെച്ചിട്ട് അത് ഓറഞ്ച് കണക്ഷനിലേക്ക്, അതായത് ഇൻഡിക്കേറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. അതിന് പിന്നെ 2 സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അനുസരിച്ച് റൈറ്റ് സൈഡിൽ ഗ്രേ കളർ, ലെഫ്റ്റിൽ ഗ്രീനായിട്ട് നമുക്കങ്ങനെ കിട്ടുന്നതാണ്. ഈ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനാണ്. അതിലേക്ക് വരുന്ന കണക്ഷൻ നമുക്ക് കിട്ടും. 2 സൈഡിലുള്ള കണക്ഷനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ 2 സ്വിച്ചിലും വേറെ എന്താ പറയുക, ഒരു ബ്രൗണിൽ വൈറ്റ് കളറിലൊരു ലൈൻ വരും. അതായത് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച്, അതായത് പാർക്ക് ഓൺ ആക്കുമ്പോൾ തന്നെ സ്വിച്ചിൽ കാണുന്ന ലൈറ്റ് ഓൺ ആകാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് സൈഡിൽ ഇതിൽ ഉള്ളിൽ തന്നെ കണക്ഷൻ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 ഈ പറഞ്ഞ
റൈറ്റ് സൈഡ് സ്വിച്ചിൽ നിന്ന് ഒരു ബ്രൗണിൽ വൈറ്റ് വരും. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രൗണിൽ വൈറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നുള്ളത് ഈ ഒരു കപ്ലറാണ്. അത് ഇൻഡിക്കേറ്റേഴ്സ് ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മറ്റേ സൈഡിലേക്ക് നമ്മൾ ഹാൻഡിൽ ബാർ തിരിക്കുകയാണെന്ന് വെച്ചാൽ ഓഫ് ആകാൻ വേണ്ടിയുള്ള കണക്ഷൻ, ആ ഒരു സെൻസറിൻ്റെ കണക്ഷൻ അത് നമുക്ക് ഒഴിവാക്കാൻ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കണക്ഷനും അതേപോലെ തന്നെ ആ റെഡ് കപ്ലർ കാണുന്ന കണക്ഷൻ വരുന്നത് ക്ലച്ച് സ്വിച്ചിനാണ്. അത് ആവശ്യമില്ല, അത് നമ്മളൊന്നും ചെയ്യേണ്ടത് ഓൾറെഡി ഉണ്ടാവും ക്ലച്ച് സ്വിച്ചിൻ്റെ കണക്ഷൻ. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് വയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ള കപ്ലേഴ്സും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കണക്ഷനാണ് വരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ആ ഇൻഡിക്കേറ്ററിൻ്റെ സെൻസർ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ബോഡി കൺട്രോൾ യൂണിറ്റ് വേണം. അത് നമ്മൾ ഓൾറെഡി ഒഴിവാക്കി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.